സ്തോത്രം ച മന്ത്രമപി നാരദദോഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യാകുണ്ഠമതിരന്വഭജദ്ഭവന്തം. ലബ്ധ്വാപി ആകുണ്ഠം അതിരന്വഭജത് ഭവന്തം. ആ ലൈൻ മാത്രം ഒന്ന് പിരിച്ച് എഴുതിയോ. ലബ്ധ്വാപ്യാകുണ്ഠം, അപ്യായുടെ മുകളിലൊരു ആ എഴുതിയാൽ നമ്മൾ ആകുണ്ഠം എന്ന് വായിച്ചോളും. ലബ്ധ്വാപ്യാകുണ്ഠം എന്നാണ് കേട്ടോ. ലബ്ധ്വാപ്യാകുണ്ഠം അതിരന്വഭജത് ഭവന്തം. സ്തോത്രം ച മന്ത്രമപി നാരദതോഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യാകുണ്ഠമതിരന്വഭജത് ഭവന്തം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവത് ഭവൻ അചിരതോ. പ്രാദുർഭവൻ അചിരതോ ഇന്നെന്ന് എഴുതിയിട്ട് പ്രാദുർഭവൻ അചിരതോ എന്നാണ് ഒന്നിച്ചെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാദുർഭവൻ അചിരതോ നുദിഭി പ്രസന്നോ. നൂന്ന് വായിക്കണം, ന്യൂന്ന് വായിക്കരുത്. പ്രാദുർഭവൻ അചിരതോ നുദിഭി പ്രസന്നോ. നുദിഭി പ്രസന്നോ എന്ന് വായിക്കണം. ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാ. കണ്ടോ, അതിനകത്ത് 3 നമ്മൾ ത ദ ധ ധ ഇല്ലേ, എല്ലാം ഉണ്ട്. തിരോദധാ രണ്ടും അതെല്ലാം വായിക്കുന്നത് അക്ഷരം നല്ല ശ്രദ്ധിച്ച് വായിക്കണം. തിരോദധാ. ത്വദ്ഭക്തമൗലിരഥസോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേക രഹിതോ ലളിതം ചചാര. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സ രൂപ്യഗിരിമാപ്യ മഹത് സമാജേ. നൂനം സ രൂപ്യഗിരിം ആപ്യ. രൂപ്യഗിരിമാപ്യ മഹത് സമാജേ. നിശങ്കം അംഗകൃതവല്ലഭം അംഗജാരിം. നിശങ്കം അംഗകൃതം എന്ന് വെച്ചാൽ മടിത്തട്ടില്ല. നിശങ്കം ഒരു ശങ്ക കൂടാതെ ആ അംഗത്തിൽ എന്ന് പറഞ്ഞാൽ മടിയിൽ വല്ലഭം വല്ലഭയെ അംഗജാരിം. ഭഗവാൻ മഹാദേവൻ പാർവതി ദേവിയെ മടിയിൽ വെച്ചുകൊണ്ടിരുന്നാണ് ഈ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്നത്. അതാണ് അവരെ പഠിപ്പിക്കുന്നത്. എന്തോ കാര്യം പഠിപ്പിക്കുന്നത് അങ്ങനെ വെച്ചാണ്. അതാണ് അത്ര അത് ആ ചിത്രകേതുവിന് ഇഷ്ടപ്പെട്ടില്ല. വായിക്കുന്നുണ്ടല്ലോ അല്ലേ അർത്ഥം. അത്യന്തസംഗവിലയായ ഭവത് പ്രണുന്നോ നൂനം സരൂപ്യഗിരിമാപ്യ മഹത് സമാജേ നിശങ്കമംഗകൃതവല്ലഭം അംഗജാരിം. അംഗജാരി അംഗജൻ്റെ ശത്രു. ആരാണ്? കാമദേവൻ്റെ ശത്രു അംഗജൻ. കാമദേവൻ അംഗജൻ്റെ ശത്രു ശിവൻ. അതാ തം ശങ്കരം പരിഹസൻ. അവിടെ ഇരുന്ന് ശങ്കരനെ, അതായത് ഭഗവാനെ ശങ്കരനെ പരിഹസിച്ചു. അപ്പോൾ ഉമ്മയാഭിഷേപേ, ഒരുപാട് പേർക്ക് തെറ്റുന്ന ഒരു ശ്ലോകമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞ. ഉമയാഭിഷേപേ, ഉമ അതായത് പാർവതി ശപിച്ചു ഈ ചിത്രകേതുവിനെ ശപിച്ചു. എന്തിന്? മഹാദേവൻ ഒന്നും പറഞ്ഞില്ല. മഹാദേവൻ ഇത് കേട്ടിട്ട് അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞത് അതിന് മുമ്പിലത്തെ ശ്ലോകത്തിലുണ്ട്. അർത്ഥം ഒന്ന് വായിച്ച് നോക്കിക്കോളൂ.
അപ്പോൾ അതിനൊരു കുറ്റമായിട്ട് ഒരു കണ്ടു അദ്ദേഹം അതിനെ ഒരു വ്യത്യസ്ത ഭാവത്തിൽ ഈ ചിത്രകേതു കണ്ടത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അത് പറയുകയും ചെയ്തു. അത് ശങ്കരൻ, അതായത് മഹാദേവൻ അതങ്ങ് ക്ഷമിച്ചു. പക്ഷേ ദേവി അത്ര ക്ഷമിച്ചില്ല. ദേവി ശപിച്ചു. എന്താ ഉമയാണത്. പരിഹസൻ ഉമയാഭിഷേപേ എന്ന് തന്നെ വായിക്കണം. അതവിടെ ഉമയാഭി എന്ന് എഴുതി വെക്കണം. അല്ലെങ്കിൽ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വായിക്കുമ്പം പരിഹസന്നു മയാഭിഷേപേ എന്ന് വായിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ്. അങ്ങനത്തെ 2-3 എണ്ണം ഉണ്ട്. അത് ഞാൻ ഓരോ സമയത്തും പറഞ്ഞു തരാം. ഇത് ഓർത്തോണം കേട്ടോ. ഉമയാഭിഷേപേ. അത് ഈണമൊക്കെ പൊക്കോട്ടെ. ഞാനിപ്പോൾ വായിക്കുന്ന കേൾക്കുക. തം ശങ്കരം പരിഹസൻ, നിർത്തുക. ഉമയാഭിഷേപേ, ശരിയായില്ലേ? പരിഹസൻ കൊണ്ട് നിർത്തുക, അവിടെ കോമായിട്ട് നിർത്തുക. എന്നിട്ട് ഉമയാഭിഷേപേ, ഈണം എന്തും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിസ്സംഭ്രമസ്ത്വയം അയാചിത ശാപമോക്ഷോ. അയാചിത കണ്ടോ, അയാചിത എന്ന് കേൾക്കണം. എന്നുവെച്ചാൽ ശാപമോക്ഷത്തിന് യാചിച്ചില്ല. ആര്? ഈ ചിത്രകേതു. എന്നിട്ട് എന്തു സംഭവിച്ചു? വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി. ആ വൃത്രാസുരൻ എന്ന അസുരനായിട്ട് ജനിക്കാനായിട്ട് ഇടവന്നു. ബാക്കി കഥയൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് അർത്ഥമുള്ള പുസ്തകമല്ല ഞാൻ വായിക്കുന്നത് കേട്ടോ. അത് കാരണം അത് വലിയ പുസ്തകമായിട്ട് എടുത്ത് വെച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ച് പരിചയമുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നിസ്സംഭ്രമസ്ത്വയം അയാചിത കണ്ടോ. നിസ്സംഭ്രമസ്ത്വയം എന്നാക്കുക. എന്നിട്ട് അയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മ തത്വകഥനൈ. ആത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരപി ഭ്രമമപാസ്യ ഗതഃപദം തേ. ഗത കഴിഞ്ഞിട്ട് പറയണം. ഗതഃപദം തേ. ഒരു തൊണ്ടക്കാറലുണ്ട് കേട്ടോ എനിക്ക്. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരപി ഭ്രമമപാസ്യ ഗതഃപദം തേ. ത്വത്സേവനേന ദിദിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്രസുഹൃദോ മരുതോഭിലേഭേ. ദുഷ്ടാശയേഭി ശുഭദൈവ ഭവന്നിഷേവാ. തത്താദൃശസ്ത്വമവ മാം പവനാലയേശ. തത്താദൃശസ്ത്വമവ മാം പവനാലയേശ. ആ തത്താദൃശസ്ത്വമവ, ആ 1 2 3 4 5 6 7 ആ അക്ഷരങ്ങൾ, ആ 7 അക്ഷരങ്ങൾക്ക് ഇത്തിരി പദം ഓരോ ശബ്ദത്തിന് അനുയോജ്യമായിട്ടല്ല അത് എഴുതി വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വായിക്കുന്നവർക്ക് ഒരു കാരണം നാക്ക് എടുത്ത് വായിക്കേണ്ടി വരുന്നുണ്ട്. അത് കേട്ടോ, അത് ശ്രദ്ധിച്ചോ. തത്താദൃശസ്ത്വം കഴിഞ്ഞ് പിന്നെ രാവ പറയുമ്പം നമുക്ക് പറയുമ്പോൾ നമുക്കൊരു പിന്നെ മാംന്ന് പിന്നെയും വീണ്ടും പറയുന്നു. അതുകൊണ്ടാണ് തത്താദൃശസ്ത്വമവ. അത് മായും വായും കൂടെ ഒന്നിച്ച് വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ദീർഘം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല മവ എന്ന് പറയാൻ നമുക്ക് മാ എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ട് കൂട്ടും. വാ എന്ന് പറയുമ്പോൾ വാ പൊളിക്കണം അല്ലേ? അതൊന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. വാ എന്നാ അത് വാക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പവനാലയേശ. ഹരി ഓം.